നമസ്കാരം. ടാറ്റ സഫാരീൻ്റെ ടയർ മൈലേജിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. എൻ്റെ പേര് വിനോദ്. ഞാൻ കണ്ണൂർ മട്ടന്നൂർ സ്വദേശിയാണ്. ഇപ്പോൾ ടാറ്റ സഫാരി കഴിഞ്ഞ ഒരു 4 വർഷത്തിന് മുകളിലായിട്ട് ഞാൻ ഉപയോഗിക്കുന്നു. ഇപ്പോൾ എൻ്റെ വണ്ടി നിലവിൽ 97,000 കിലോമീറ്റർ ഓടിയെത്തിയിരിക്കുന്നു. അപ്പോൾ ഈ 97,000 കിലോമീറ്റർ ഓടിയെത്തിയ സമയത്താണ് എൻ്റെ വണ്ടീൻ്റെ ടയർ ഞാൻ ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ ചേഞ്ച് ചെയ്ത ടയറിൻ്റെ അവസ്ഥ ഇതാണ്. വേണം എന്നുണ്ടെങ്കിൽ ഇതൊരു 5,000 മുതൽ 8,000 കിലോമീറ്റർ വരെ ഓടിക്കാനുള്ള ഇതിൻ്റെ ഗ്രിപ്പെല്ലാം ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും അത്യാവശ്യം ലോങ് ഓടുന്നത് കൊണ്ട് തന്നെ ഈ സമയമാകുമ്പോഴത്തേക്കും ടയർ മാറ്റാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്താൻ കാരണം വേറൊന്നല്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു ഓട്ടം പോയ സമയത്ത് രാജസ്ഥാനിലേക്കായിരുന്നു പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് മൊത്തത്തിൽ ഒരു ടയറിൽ തന്നെ 3 പഞ്ചർ വന്നു. അത് ബോൾട്ട് കയറിയതാണ്. പിന്നീട് ആ ടയറിന് വീണ്ടും ഉപയോഗിക്കേണ്ടെന്നുള്ള കണ്ടീഷനിൽ എന്ത് ചെയ്തു, ടയർ മാറിയ സമയത്ത് ഞാൻ ഉപയോഗിക്കുന്ന ടയർ എന്നുണ്ടെങ്കിൽ JK ടയറാണ്. ഇത് 235/60R18 ഈ ടയറിൻ്റെ സൈസ് വരുന്നത്. ഇത് വരുന്ന വില പൊതുവേ മാർക്കറ്റിൽ വരുന്ന വില ആണെങ്കിൽ ബാക്കിയുള്ള ഇപ്പം ഇത്ര നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ബ്രിഡ്സ്റ്റോൺ ആണ്. അപ്പോൾ അങ്ങനെ ടയറിനെല്ലാം വരുന്നത് 14,000 15,000 ആ രീതിയിൽ റേഞ്ചിൽ ടയറിന് വില വരുന്നുണ്ട്. ഇതിന് JK ടയറിന് വന്ന വില എന്ന് പറഞ്ഞെങ്കിൽ 9,400 രൂപയാണ് വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ ടയർ മാറുന്നതിൻ്റെ മുമ്പേ ഇതിൻ്റെ ഈ വണ്ടി തന്നെ ഒരു 80,000 കിലോമീറ്റർ 85,000 കിലോമീറ്റർ അങ്ങനെ ആകുന്ന സമയത്ത് വേറെ 2 ടയറും കൂടെ ഇതിൻ്റെ മാറിയിട്ടുണ്ടായിരുന്നു. അത് ഒരു ടയർ ഡാമേജ് ആയി പോയതുകൊണ്ടാണ്, അതല്ലാതെ തേഞ്ഞ് തീർന്നുകൊണ്ടല്ല. ഡാമേജ് ആയതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ കൂടെ തന്നെ 2 ടയർ മാറി. ഒരു ടയറും ആയിട്ട് നമ്മൾ മാറ്റുന്നത്ര ശരിയില്ലല്ലോ, മിനിമം 2 ടയറൊക്കെ മാറണ്ടേ. അങ്ങനെ മാറ്റുന്ന സമയത്തും ആ ടയർ ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നൊരു 80,000 കിലോമീറ്റർ മാറിയിട്ടുണ്ടെങ്കിൽ 15,000 കിലോമീറ്ററിന് മേലെ ഇപ്പോൾ ആ ടയർ ഓടിക്കഴിഞ്ഞു. അപ്പോൾ എന്താ പറയുക, നമുക്ക് വലിയൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ള കാര്യം മനസ്സിലായത് കൊണ്ടാണ് ഈ JK ടയറിലേക്ക് തന്നെ വന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ കാരണം വരുന്നല്ല, അതായത് ടാറ്റ സഫാരിക്ക് എനിക്ക് ടയർ മൈലേജ് 97,000 കിലോമീറ്റർ കിട്ടി എന്നുള്ളത് കാരണം ഞാൻ ഷോറൂമിലുള്ള ആൾക്കാരായിട്ട് സംസാരിച്ച സമയത്ത് അത്രയൊന്നും കിട്ടാറില്ല എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഇതൊരു നല്ല ടയർ മൈലേജ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, നമസ്കാരം.